ക്രിസ്മസിന് തിയേറ്ററിൽ എത്തുന്ന പ്രധാനപ്പെട്ട സിനിമകളിലൊന്നാണ് വലതുവശത്തെ കള്ളൻ. നമ്മുടെ ഹിറ്റ് മേക്കർ ജിത്തു ജോസഫിന്റെ സിനിമ. ബിജു മേനോനും ജോജുവും ഒരുമിച്ച് അഭിനയിക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. അപ്പം ഞാനിന്ന് ബിജു മേനോൻ, ജോജു ജോർജ്, ഇവർ രണ്ടുപേരും ഇവരുടെ ഒരു ബന്ധത്തെക്കുറിച്ചൊക്കെയാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജോജു ജോർജ് എന്ന് പറഞ്ഞ നടനെ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് കാണുന്നതാണ്. അതായത് 95 മഴവിൽ കൂടാരം എന്ന് പറയുന്ന സിനിമയിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അദ്ദേഹം അതിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വരുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് ശരിക്ക് കുറേ വർഷം, അതായത് ഒരു ഡയലോഗ് പോലും ഇല്ലാതെ ആൾക്കൂട്ടത്തിൽ ഒരാളായിട്ടൊക്കെ കുറേ സിനിമകൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടൊക്കെ നടന്നത്. അത്ര സിനിമയോട് വളരെ പാഷനേറ്റായിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ഒരു നടനാണ് ജോജു ജോർജ്. ദാദാ സാഹിബ് എന്ന് പറയുന്ന സിനിമയിലാണ് ആദ്യമായിട്ട് ഒരു ഡയലോഗ് കിട്ടുന്നത്. വിനയൻ സാറാണ് എനിക്ക് ആദ്യമായിട്ടൊരു ഡയലോഗുള്ള ഒരു വേഷം തന്നതെന്നൊക്കെ ജോജു എന്നൊരു ഒരിക്കലൊരു ഇവൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ നമ്മൾ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു പടത്തിൽ അതിൽ ഡയലോഗൊന്നും ഇല്ല, ഒരു പോലീസുകാരുടെ ബാക്കിലൊക്കെ നിൽക്കുന്നതാണ്. അങ്ങനെ കുറേ സിനിമകൾ പിന്നീടും, അതായത് ഈ പറയുന്ന ആദ്യമായിട്ട് ഡയലോഗ് പറഞ്ഞ ദാദാ സാഹിബിന് ശേഷവും ചെറിയ ചെറിയ റോളുകളിൽ മുഖം കാണിച്ചിട്ടൊക്കെ നടന്നിരുന്ന ഒരു വ്യക്തിയാണ് ജോജു. അങ്ങനെ പട്ടാളം എന്ന് പറയുന്ന സിനിമ, ആ സിനിമ നമുക്ക് ലാൽ ജോസ് മീശമാധവൻ എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയ്ക്ക് ശേഷം മമ്മൂക്കെ വെച്ച് ചെയ്ത, അത് മീശമാധവൻ ദിലീപിനെ വെച്ച്, അതിനു മുമ്പ് മറുത്തുറ കനം എന്ന് പറയുന്ന തൻ്റെ ആദ്യത്തെ നായകനായ ആ ഒരു സിനിമയിലെ നായകനായ മമ്മൂക്കിനെ വെച്ച് ലാൽ ജോസ് ചെയ്ത സിനിമയുടെ പട്ടാളം. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ആ സിനിമ അന്ന് സംഭവിക്കുന്നത്. തിയേറ്ററിൽ അന്ന് വലിയ വിജയമൊന്നുമല്ലായിരുന്നു. അപ്പോൾ പട്ടാളം സിനിമയിൽ ജോജു ജോർജ് ഒരു വേഷം ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്കറിയാം ആ മമ്മൂക്കയുടെ ഗ്യാങ്ങിൽ കുറേ പേരുള്ള അതിൽ ബിജു മേനോൻ്റെ കൂടെ. അപ്പോൾ അതിനെക്കുറിച്ച് ലാൽ ജോസ് പറഞ്ഞിട്ടുണ്ട്. അതായത് പട്ടാളത്തിൽ ടീനി ടോമും അതുപോലെ തന്നെ ജോജും രണ്ടുപേരും, അത് ടീനി ടോം അതിന് മുമ്പത്തെ ഏതോ ഒരു സ്റ്റേജ് ഷോന്, ലാൽ ജോസ് ഡയറക്റ്റ് ചെയ്ത ഒരു സ്റ്റേജ് ഷോന് പോകുമ്പോൾ അതിൽ അന്ന് മിമിക്രിയുടെ ഭാഗമായിട്ട് വന്നിരുന്ന ആളുകളായിരുന്നു നമ്മുടെ ഇവർ ടിനി ടോമും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇവർ ഗിന്നസ് പക്രവും, ഇങ്ങനെ കുറേ പേരൊക്കെ അന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഒരു അവസരം കൊടുക്കണമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് അങ്ങനെ ഒരു അവസരം കൊടുത്തണം. അതിനു മുമ്പ് മീശമാധവനിലെ മണികണ്ഠൻ പട്ടാമ്പി എന്ന് പറയുന്ന നടന് ലാൽ ജോസിന് അവസരം കൊടുത്തു. പിന്നെയാണ് ലാൽ ജോസ് ജോജു ജോർജിന് അവസരം കൊടുക്കുന്നത്. അപ്പോൾ ജോജുവിനെ കുറിച്ച് അന്ന് ലാൽ ജോസ് പറഞ്ഞിരുന്നത്, ജോജുവിനെ കുറിച്ച് പറയുമ്പോൾ ബിജു മേനോൻ്റെ ഒരു സുഹൃത്ത് എന്ന രീതിയിൽ ബിജു മേനോൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു വ്യക്തിയായിട്ടാണ് ജോജു ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. ഇത് തന്നെ ദിലീപും പറഞ്ഞിട്ടുണ്ട്. അതായത് ജോജുവിനെ കാണുന്നത് ബിജുവിൻ്റെ കൂടെ, ബിജു മേനോൻ്റെ കൂടെയാണ് ജോജു ജോർജിനെ കാണുന്നത് എന്ന് കണ്ടിട്ട്. അപ്പം ജോജു തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ബിജു മേനോനായിട്ടുള്ള ഒരു സൗഹൃദം, അതായത് ഒരു സുഹൃത്താണ്, ഒരു ഗുരുതുല്യനാണ്. ബിജു മേനോൻ ഒരുപാട് സിനിമകൾ റെഫർ ചെയ്തിട്ടുണ്ട്. ബിജു മേനോൻ്റെ കൂടെ പലപ്പോഴും ലൊക്കേഷനിൽ വരും, അങ്ങനെയൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം പട്ടാളം കഴിഞ്ഞ ശേഷം പിന്നെയും അദ്ദേഹം കുറേ സിനിമകൾ സ്ട്രഗിൾ ചെയ്ത് എത്രയോ വർഷം, അതായത് ഒരു 2013 പുള്ളിപ്പുലിയും ആട്ടിൻകുട്ടിയും എന്ന് പറയുന്ന ആ ഒരു സിനിമ സംഭവിക്കുന്നത് വരെ ശരിക്കും അദ്ദേഹം ചെറിയ റോളുകളിലും വില്ലൻ റോളുകളിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് ഒരു കുറച്ച് ക്യാരക്ടർ റോളുകളിലേക്ക് ആയാലും ശ്രദ്ധിക്കപ്പെടുന്ന റോളുകൾ, അതായത് കിളിബോയ് എന്ന് പറയുന്ന 2013 ഇറങ്ങിയ സിനിമയിലാണ് ആദ്യമായിട്ട് പോസ്റ്ററിൽ ഒരു മെയിൻ ഒരു മുഖം വരുന്നത് എന്ന് ജോജു തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ 2018 നമുക്കറിയാം ജോസഫ് എന്ന് പറയുന്നൊരു സിനിമ. ആ സിനിമ എവിടെയോ എത്തി, അതായത് നാഷണൽ അവാർഡ് വരെ ജോജുവിന് കിട്ടിയൊരു സിനിമയാണ്. അവിടെ നിന്നാണ് അദ്ദേഹം ഒരു മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു നടനായിട്ട് മാറിയത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ജോജുവിൻ്റെ ഒരു യാത്ര, അത് നമുക്ക് ബിജു മേനോനായിട്ട് നമുക്ക് കണക്റ്റഡ് ആയിട്ട് പറയാം. അതായത് അന്നൊക്കെ പിന്നീട് തമാശ രൂപേണൊക്കെ സിനിമകളിലൊക്കെ പറയും, അതായത് ബിജു മേനോൻ്റെ ഡേറ്റ് കിട്ടാതെ അടുത്തൊരു ഓപ്ഷനായിട്ട് ജോജുവിലേക്ക് പോകുന്നു എന്ന് അന്നൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് ഒരു പരിധിവരെ ശരിയാണ്. കാരണം പൊറിഞ്ചു മറിയും എന്ന് പറയുന്ന പൊറിഞ്ചു മറിയും ജോസ് എന്ന് പറയുന്ന സിനിമ അന്ന് ആലോചിച്ചിരുന്നപ്പോൾ ബിജു മേനോനെയും മമ്മൂട്ടീനെയും ഒക്കെ പലവരുടെ അടുത്തൊക്കെ, ബിജു മേനോൻ്റെ അടുത്തൊക്കെ കഥ പറഞ്ഞ് ബിജു മേനോൻ്റെ ഡേറ്റിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെ കാരണം നടക്കാതെ പോയിട്ട് പിന്നീടാണ് അത് ജോജു ജോർജിലേക്ക് എത്തുന്നതും ആ സിനിമ ഒരു ആക്ഷൻ ഹീറോ എന്ന രീതിയിൽ, അല്ലെങ്കിൽ ജോഷി സാറിനെ പോലത്തെ ഒരു സംവിധായകൻ്റെ ഒരു സിനിമ ചെയ്ത് അവിടുന്ന് അങ്ങോട്ട് ജോജുവിൻ്റെ മാർക്കറ്റ് വാല്യൂ കൂട്ടാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പൊറിഞ്ചു മറിയും എന്ന് പറയുന്ന ആ ഒരു പൊറിഞ്ചു എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ അദ്ദേഹം തമിഴിൽ പോയി. തമിഴിൽ നമ്മളിപ്പോൾ ഈ അടുത്ത് പല സിനിമകൾ, സൂര്യയുടെ സിനിമയിൽ നമുക്ക് കമൽഹാസൻ്റെ കൂടെ ഇന്ത്യൻ ടൂലൊക്കെ അതിനും ഒരുപാട് നല്ലതല്ലേ. അത് റെട്രോ എന്ന് പറയുന്ന കാർത്തിക് സുബ്രാജിൻ്റെ സിനിമയിലൊക്കെ നമ്മൾ ഒരു ഗംഭീരമായിട്ടുള്ള റോളാണ് സൂര്യയുടെ അച്ഛനായിട്ടൊക്കെയാണ് അദ്ദേഹത്തെ കണ്ടിട്ടുള്ളത്. ആ സമയത്ത് തന്നെ നമ്മൾ അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു സിനിമകളിൽ ഒന്നായിരുന്നു തുറമുഖം എന്ന് പറയുന്ന ഒരു സിനിമ, രാജരവിയുടെ തുറമുഖം. അതിൽ നിവിൻ പോളിയുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ആ സിനിമ ശരിക്കും അന്ന് അനൗൺസ് ചെയ്യുന്ന സമയത്ത് ബിജു മേനോനായിരുന്നു അതിലെ ആ ഒരു റോള്. അതിൽ ഫ്ലാഷ് ബാക്ക് സീക്വൻസിൽ വരുന്ന ഒരു ക്യാരക്ടറാണ്. ഫ്ലാഷ് ബാക്ക് അല്ല, തുടക്കകാലത്ത് ആ ഒരു പഴയ കാലഘട്ടങ്ങളിലെ തുറമുഖത്തിലെ സമരം ഒരു നേതാവായിട്ട് കാണിക്കുന്നതാണ്. പിന്നീട് അദ്ദേഹം മരിക്കുന്നു. പിന്നെ നിവിൻ പോളി, ഇന്ദ്രജിത്ത്, കുറേ പേരുണ്ട് അതിൽ. അന്ന് അനൗൺസ്മെന്റ് നടന്ന സമയത്തൊക്കെ എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, അതിൽ നിവിൻ പോളിയുടെ പേര്, ഇന്ദ്രജിത്തിന്റെ പേര് പോലെ തന്നെ ബിജുമേന്റെ പേരുണ്ടായിരുന്നു.
പക്ഷെ അത് പല പല ഷെഡ്യൂളുകളിലായിട്ടാണ് ആ സിനിമ സംഭവിച്ചത്. ബിജു മേനോൻ തന്നെ ഒരിക്കൽ ഏതോ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ട്, അത് ഏതൊരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ബിജു മേനോൻ പറഞ്ഞ, തുറമുഖത്തിൽ ഇപ്പോൾ ഞാൻ അഭിനയിച്ചിട്ടില്ല, അതിൻ്റെ കുറച്ച് ഫൈറ്റൊക്കെ ചെയ്യാനുണ്ട്, ഒന്ന് മടി പിടിച്ചിരിക്കുകയാണ് എന്നൊക്കെ തമാശ രൂപേണ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അത് മാറി മറിഞ്ഞ് ജോജുവിലേക്ക് എത്തി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ബിജു മേനോൻ്റെ ഡേറ്റ് കിട്ടാതെ ആയപ്പോൾ വീണ്ടും അത് ജോജുവിലേക്ക് പോയി. ജോജു അത് കയ്യടി വാങ്ങി, അവാർഡും കിട്ടി. ഇതേപോലെ തന്നെയാണ് വോയിസ് ഓഫ് സത്യനാഥൻ. വോയിസ് ഓഫ് സത്യനാഥൻ സിനിമയിൽ ദിലീപിൻ്റെ അടുത്ത് കഥ പറയാൻ പോകുമ്പോൾ തന്നെ അന്ന് ആദ്യം ഫഹദിനെ വെച്ചിട്ടാണ് ആ കഥ ആലോചിച്ചത്. പിന്നീട് മാറി മറിഞ്ഞാണ് ദിലീപിലേക്ക് എത്തിയത്. അപ്പോൾ ദിലീപ് കഥ കേട്ടപ്പോൾ ചോദിച്ചു മറ്റേ റോൾ ആരാണ് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം ദിലീപിൻ്റെ മനസ്സിൽ വന്ന ബിജു മേനാണ്. പക്ഷേ ബിജു മേനോൻ ഓൾറെഡി കുറേ സിനിമയുടെ കമ്മിറ്റഡ് ആയതുകൊണ്ട് ഇനി വേറെ ആര് എന്നൊരു, അപ്പോൾ അടുത്തത് പറഞ്ഞു ജോജു. അപ്പോൾ ജോജു ഓക്കെ ആണെങ്കിൽ മാത്രം ഈ സിനിമ ചെയ്യാം, ഇല്ലെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ജോജുവിലേക്ക് എത്തിയത്. ഇന്നിപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം ബിജു മേനും വേറെ സിനിമകൾ ചെയ്തു. ഇപ്പോൾ ജോജു ഇപ്പോൾ അന്യഭാഷയിൽ തിളങ്ങിയ പോലെ ബിജു മേനും ഇപ്പോൾ അന്യഭാഷയിൽ തിളങ്ങുന്നു. മുരുകദാസിൻ്റെ സിനിമയിൽ ശിവകാർത്തികനും മധുരാസി എന്നൊരു സിനിമയിൽ ഒരു ഗംഭീര റോള് ചെയ്തു. ഇപ്പോൾ ഇവർ രണ്ടുപേരും അല്ലാതെയും നമ്മൾ പല സിനിമകൾ കണ്ടിട്ടുണ്ട്, സുഹൃത്തായിട്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടിയും ഇവർ രണ്ടുപേരും ഒരുമിച്ച് രണ്ടുപേർക്കും ഇപ്പോൾ അതായത് ജോജുവും അതേപോലെ തന്നെ ഒരു താരമൂല്യത്തിൽ നിൽക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഒരുമിച്ച് വരുമ്പോൾ എന്തായിരിക്കും ആ ഒരു സിനിമ എന്നുള്ളത് നമുക്ക് അതിനെല്ലാവരും വെയിറ്റിംഗ് ആണ്. കാരണം പിന്നെ ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ്റെ സിനിമയും കൂടി ആയതുകൊണ്ട് അതൊരു ത്രില്ലർ സിനിമയായിരിക്കുമോ, ഇനിയിപ്പോൾ നായകനും വില്ലനും കൂടിയുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സബ്ജക്റ്റ് ആയിരിക്കുമോ എന്നുള്ളത് മറ്റു ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിയില്ല. എന്തായാലും ഈ ക്രിസ്മസിനാണ് തിയേറ്ററിൽ ഇറങ്ങുന്നത്. ഒരുപാട് സിനിമകളുണ്ട്, അതിൽ ഒരു പ്രധാനപ്പെട്ട സിനിമയും കൂടിയാണ്. അപ്പം ഞാൻ വെയിറ്റിംഗ് ആണ്. എന്തായാലും നമുക്ക് ആ ഒരു സിനിമ കണ്ടിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ ആ സിനിമയെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പം തന്നെ എനിക്ക് ബിജു മേനോൻ ജോജു ജോർജ് ഇവരുടെ ഒരു റിലേഷനും ഈ ജോജു ജോർജിൻ്റെ ഒരു യാത്രയെ കൂടി കണക്ട് ചെയ്തിട്ട് ഒന്ന് നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നി. എന്തായാലും നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കാണാം.